ഹലോ ഫ്രണ്ട്സ്, മീ അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഡബിൾ ഗെയിം എന്ന് പറഞ്ഞ അടുത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡബിൾ ഗെയിം എന്ന് പറയുന്നത് ടേംസ് കൺസൾട്ടൻസി പ്രൊഡക്ഷൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 1 ആയിട്ട് വരുന്ന പടമാണ്. പിന്നെ കണ്ണപ്പൻ എന്ന് പറഞ്ഞ അടുത്തിൻ്റെ റിലീസിംഗ് ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ പോസ്റ്ററും ഷാരൂഖ് കുമാറിൻ്റെ പോസ്റ്ററും വന്നായിരുന്നു. അതുകൂടാതെ റിലീസിംഗ് ടുമാറോ എന്നുള്ള അല്ലെങ്കിൽ 1 Day to Go എന്നുള്ള രീതിയിലും ഒരു പോസ്റ്റർ വേറെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്ക്രീനിൽ കാണിക്കാം. റിലീസിംഗ് ടുമാറോ എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ഇടുന്ന ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നാണ് പടം റിലീസാവുന്നത്. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞോടും ഇന്നാണ് റിലീസാകാൻ പോകുന്നത്. അപ്പോൾ ഫ്രം ടുമാറോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോസ്റ്റർ വന്നിട്ടുണ്ട്. സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഖാലിദ് റഹ്മാൻ്റെ അടുത്ത പടം പ്ലാൻ ബി മോഷൻ പിക്ചേഴ്സും യൂണിവേഴ്സൽ സിനിമ എന്നുള്ള പ്രൊഡക്ഷൻ കമ്പനി കൂടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തല്ലുമാല അതുമാതിരി ആലപ്പുഴ ജിംഖാന ഈ 2 പടത്തിന് ശേഷം അടുത്തതായിട്ട് ആളുടെ വരാൻ പോണ പടമാണ്. ബാക്കിയുള്ള അപ്ഡേഷനൊക്കെ പിന്നീട് വരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറന്ന് പോകുന്ന പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ 8 Days to Go പോസ്റ്ററും വന്നിട്ടുണ്ട്. പിന്നെ 666 ഓപ്പറേഷൻ ഡ്രീം തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ കാസ്റ്റിംഗ് കൂടെ വന്നിട്ടുണ്ട്. എന്തായാലും ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഓഹോ എന്താൻ ബേബി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ജൂൺ 28 എന്ന് വെച്ചാൽ നാളെ പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ ഇന്ന് 5/4 പുറത്തിറങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാമൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ZEE5 ആയിരിക്കും OTT റിലീസ് ആവുക. അതേമാതിരി ടിവിയിൽ ZEE തമിഴിലൂടെ ആയിരിക്കും വരാന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്നുള്ള അറിയിച്ചിട്ടില്ല, വരുന്നുള്ള പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വ്യസന സമേത ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ സക്സസ് ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ബോംബ് എന്ന് പറഞ്ഞിട്ട് അർജുൻ ദാസ് മെയിൻ കഥാപാത്രമായിരുന്ന പടത്തിന്റെ ടൈറ്റിൽ ടീസർ അത് ഇന്ന് 4:56 വരുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ 3 BHK എന്ന് പറഞ്ഞതിന്റെ ജോക്ക് ബോക്സ് പുറത്തിറക്കിയിട്ടുണ്ട്. അതേമാതിരി ട്രെയിലറും പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ ഞാൻ കണ്ടിട്ടില്ല. പടം നല്ല പടമെന്നാണ് എന്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അഭിപ്രായം പറയുന്നുണ്ട് പിന്നെ എപ്പോഴെങ്കിലും. പിന്നെ പടത്തിന്റെ തെലുങ്ക് ട്രെയിലർ ലോഞ്ച് വേണ്ടി ഇന്ന് 6 മണിക്കാണ് നടക്കാൻ പോകുന്നത് പ്രസാദ് ലാബ്സിൽ വെച്ചിട്ട് ഹൈദരാബാദിൽ. പിന്നെ രശ്മികാന്തിന്റെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പടം വരാൻ പോവാണ്. രശ്മികാന്ത് അൺലീഷ്ഡ് 100 വൗണ്ടഡ് അൺബ്രോക്ക് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. വല്ല സൂപ്പർ ഹീറോ ക്യാരക്ടറുമായിട്ട് എന്തോലാണെന്നുള്ള അറിയത്തില്ല. എന്തായാലും ഇതിന്റെ ടൈറ്റിൽ ഇന്ന് പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിരിക്കും വരുന്നുണ്ടായിരിക്കും, എന്താണെന്നുള്ള അറിയത്തില്ല. എന്തായാലും ഇന്ന് രാവിലെ 10:08 വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റർ കണ്ടിട്ട് ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വാർ 2 എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ 50 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ 50 Days to Go എന്നുള്ള രീതിയിൽ ഹൃതിക് റോഷന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അതേമാതിരി NTRന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. NTRന്റെ പോസ്റ്റർ നമ്മളെ ടീസറിൽ കണ്ട ആ ഒരു സംഭവം തന്നെയാണ്. പിന്നെ കിയാറ അഡ്വാന്റെ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. എന്തായാലും 3 ക്യാരക്ടേഴ്സിന്റെയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. 3 ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ആട് 3 എന്ന് പറഞ്ഞ അടുത്ത ഷെഡ്യൂൾ ജൂലൈ 4 പാലക്കാടിൽ തുടങ്ങുന്നതാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കാം. പിന്നെ ലോകേഷ് കനകരാജ് മെയിൻ കഥാപാത്രമായിട്ട് എന്ന് വെച്ചാൽ ഒരു ഹീറോ ആയിട്ട് അരുൺ മത്തേശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഡയറക്ട് ചെയ്തിട്ടൊരു പടം വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അരുൺ മത്തേശ്വരൻ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ മില്ലർ എടുത്ത ആളാണ്. എന്തായാലും ആ പടത്തിൽ സൂര്യൻ ഒരു റോൾ ചെയ്യുന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും കണ്ടറിയാം എന്താ വരാൻ പോകുന്നത്. പിന്നെ കറുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള RJ ബാലാജി സൂര്യനെ വെച്ചിട്ട് എടുത്ത സൂര്യയുടെ 45ാമത്തെ പടം അവിടത്തിന്റെ ടീസർ ജൂലൈ 23 പുറത്തിറങ്ങുന്നതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ജൂലൈ 23 സൂര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്ന് പുറത്തിറക്കിടുന്നതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമാണെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ കൂലി എന്ന് പറഞ്ഞിടത്തിലെ ചിക്കിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. എന്തായാലും യൂട്യൂബിൽ ട്രെൻഡിങ് 1-ലൊക്കെയാണ്. പിന്നെ ഈ പടം ഇറങ്ങാനും 50 ദിവസമാണ് ഈ ബാക്കിയുള്ളത്. അപ്പോൾ 50 Days to Go എന്ന് പോസ്റ്റർ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ വാർ 2 ഈ കൂലി എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 14 റിലീസ് ആകാൻ പോകുന്നത്. നിങ്ങളോട് ചോദ്യം ചോദിക്കാം, ഈ കൂലി എന്ന് പറഞ്ഞിടത്തിനാണോ അല്ലെങ്കിൽ വാർ 2 എന്ന് പറഞ്ഞിടത്തിനാണോ നിങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നുള്ളത് കമന്റ് ചെയ്യുക. ഞാൻ കൂലി എന്ന് പറഞ്ഞിടത്തിനാണ്. പിന്നെ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് സുരേഷ് ഗോപിയുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഗംഭീര വീഡിയോ ആണ്. കാണാൻ താല്പര്യമുള്ള ശ്രീഗോകുലം മൂവീസിന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്നായിട്ടുള്ള ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. ആ പടം ജിയോട്ട് സ്റ്റാറിലാണ് വന്നത്. എന്തായാലും ഞാൻ കുറച്ചായി കണ്ടിട്ട് ഇതുവരെ ഞാൻ കാര്യം പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10-ൽ 8 ആയിട്ട് കൊടുക്കും. കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ അയാം ഗെയിം എന്ന് പറഞ്ഞതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഹൈദരാബാദിൽ. അപ്പോൾ ആ ഷെഡ്യൂൾ സെക്കൻഡ് ഷെഡ്യൂൾ ആയിരുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് കുറച്ച് ബാക്കി വെച്ച ഷൂട്ടിംഗ് ഉണ്ട്. അതായിരിക്കും തീർക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഷൂട്ടിൽ കിടക്കും. അതിലാണ് ദുൽഖറൊക്കെ ജോയിൻ ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഈ പടം 2026 ഇതിനൊക്കെ ആയിട്ടായിരിക്കും റിലീസ് ഉണ്ടാവുക എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മാർച്ച് ആ ടൈമിൽ ലാസ്റ്റിലൊക്കെ ആകുമ്പോഴായിരിക്കും ഇത് വരുന്നുണ്ടായിരിക്കുക. ആ ടൈമിലൊക്കെ വരിക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമായി വന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.